എന്താ സംഭവിച്ചേ? എല്ലാം പിന്നെ പറയാച്ച. ആരോ നമ്മളെ മനഃപൂർവ്വം ചതിച്ചതാച്ച. എന്റെ കൃഷ്ണ, എന്നോട് എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്ത്? സമയം ഇത്രയായിട്ടും അഖിലിനെയും കാണാനില്ലല്ലോ. വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കിക്കൊണ്ട് അഖിലേട്ടൻ വരൂ. ആ പാവം അതിനുവേണ്ടി ഓടി നടക്കുക. അപ്പോ ആരാ നോക്കി? ശ്യാമേച്ചിയാ. ശ്യാമയോ? ഞാൻ സംസാരിക്കാം. അവൾ അന്യദേശത്ത് നിൽക്കുക. വിഷമമുള്ളതൊന്നും അറിയിക്കണ്ട. ഹലോ മോളെ. ആ അമ്മ, അച്ഛനെ പോലീസ് വിട്ടോ? അഖിൽ സാറിനെ വിളിച്ചു. സാറിന്റെ ഫോൺ സ്വിച്ച് ഓഫാ. ആ ഇപ്പൊ വിടും മോളെ. കൂട്ടിക്കൊണ്ടുവരാൻ അക്കിമോൻ പോയിട്ടുണ്ട്. എന്റെ മോള് വിഷമിക്കണ്ട. അച്ഛന്റെ വിവരങ്ങളൊന്നും അറിയാതെ ഞാൻ ടെൻഷനിലായിരുന്നു. ആ മോളെ, അവിടെ പ്രോഗ്രാമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അച്ഛനോർത്തുള്ള വിഷമം ഉണ്ടായിരുന്നെങ്കിലും എന്തോ പാടി തുടങ്ങിയപ്പോ ഞാൻ ദുഃഖങ്ങളൊക്കെ മറന്നുപോലെ തോന്നി. ഞാൻ അറിയാതെ കൃഷ്ണഭക്തിയിൽ ലയിച്ച് അറിയാതെ ഒരു മയിൽപ്പീലി തുണ്ടുപോലെ ഇങ്ങനെ ഒഴുകി നടക്കായിരുന്നു അമ്മ. നന്നായി. മോൾക്ക് സാക്ഷാൽ കണ്ണന്റെ സന്നിധിയിൽ പാടാൻ പറ്റിയല്ലോ. അത് തന്നെ വലിയ കാര്യം. അഖിൽ സാറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കണ്ണന്റെ അമ്പാടിയൊക്കെ കാണായിരുന്നു. അങ്ങനെയാ സാർ യാത്ര പ്ലാൻ ചെയ്തിരുന്നേ. സാരമില്ല, അഖിൽ സാറും അച്ഛനും അമ്മയും അപ്പവും എല്ലാവർക്കും കൂടി ഒരിക്കൽ കൃഷ്ണന്റെ പുണ്യഭൂമിയിലൊന്ന് പോണം. അമ്മേ ശരിയെന്നാ. ഇന്ന് രാത്രിയാ അങ്ങോട്ടേക്ക് പുറപ്പെടുന്ന ഫ്ലൈറ്റ്. ഞാൻ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് എത്തും. ശരി മോളെ. ആ അമ്മ, പിന്നെ അഖിൽ സാറും അച്ഛനും ഇപ്പൊ തന്നെ വരുമല്ലോ അല്ലേ? ഞാനപ്പോൾ വിളിക്കാം. വിശേഷം പറയണേ. പറയാം മോളെ. ആ പിന്നെ അപ്പുവിനോട് ഞാൻ അവന് ഉണ്ണിക്കണ്ണന്റെ ലോക്കറ്റ് വാങ്ങിയിട്ടുണ്ടെന്നൊന്ന് പറയണേ. ശരി മോളെ. ആ ഓക്കെ അമ്മേ, എന്നാ നാളെ കാണാം. പാവം തിരിച്ചു വരുന്നത് വരെയെങ്കിലും സന്തോഷായിട്ടിരിക്കട്ടെ.